ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖല 12% വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിൽ വിവിധ വികസന പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടക്കം കുറിച്ചു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരള നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 12 ഇന്ത്യൻ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും 16 പേരെ ഇപ്പോഴും കാണാനില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖല 12% വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് വാഹന പ്രദർശനമായ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഓട്ടോമൊബൈൽ മേഖലയുടെ വളർച്ച അനിവാര്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ബഹുദൂരം മുന്നേറിയതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി അഗത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. G20 സംഘടിപ്പിച്ചതിലൂടെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ലക്ഷദ്വീപ് ഇടം നേടിയതായും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. Lakshadweep, the size may be small, but the heart is very, very large. G20, India set very high benchmark and Lakshadweep was put on global map. Lakshadweep is more than a group of islands. It defines our culture, unity in diversity, and what we mean by good environment. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തിയ ഉപരാഷ്ട്രപതിയെയും പത്നിയെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും മറ്റു പ്രമുഖരും ചേർന്നാണ് സ്വീകരിച്ചത്. വിലക്കയറ്റം തടയുന്നതിനാവശ്യമായ സാധനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നു എന്നും അമിതവില ഈടാക്കുന്നില്ല എന്നും ഉറപ്പാക്കുന്നതായി കേന്ദ്ര സർക്കാർ. പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പയർവർഗ്ഗങ്ങൾ, ഉള്ളി എന്നിവയുടെ ഉൽപാദനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഈ സാമ്പത്തിക വർഷം വർദ്ധിപ്പിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി 1000-ലധികം സ്ഥാനാർത്ഥികൾ ഇതിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. വോട്ടെടുപ്പ് അടുത്ത മാസം 5-നും വോട്ടെണ്ണൽ 8-നും നടക്കും. അതിനിടെ തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക BJP ഇന്ന് പുറത്തിറക്കി. ഇന്ത്യ അമേരിക്ക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ബംഗളൂരുവിലെ പുതിയ US കോൺസുലേറ്റ് അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിർമ്മിത ബുദ്ധി, ബഹിരാകാശം, പ്രതിരോധം, ഡ്രോൺ, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും സഹകരണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബംഗളൂരുവിൽ അമേരിക്കൻ കോൺസുലേറ്റ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. In an era of AI, of EVs, of space, of drones, and of bio, and it's today our relationship will be heavily based on technology. It will have a much bigger space component because the space domain is actually just beginning to open up and there are so many possibilities out there. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമായതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരള നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഗവർണർ അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കാനുള്ള നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും ജനപങ്കാളിത്തത്തോടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ഈ മാസം 20 മുതൽ 22 വരെ നടക്കും. അടുത്ത മാസം 7-നാണ് സംസ്ഥാന ബജറ്റ്.
ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ സ്റ്റീൽ മേഖലയിലെ സുപ്രധാന കമ്പനിയായ രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡിന്റെ പുനരുജ്ജീവന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 11,440 കോടി രൂപയുടേതാണ് പുനരുജ്ജീവന പാക്കേജ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ പോരാട്ടം. ജംഷഡ്പൂരിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി പങ്കുവയ്ക്കാവുന്നതാണ്. റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 12 ഇന്ത്യൻ പൌരന്മാർക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും 16 പേരെ ഇപ്പോഴും കാണാനില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്നുള്ള ബിനിൽ ബാബുവിന്റെ മരണം നിർഭാഗ്യകരമെന്ന് പറഞ്ഞ വിദേശകാര്യ വക്താവ് കുടുംബത്തിനെ അനുശോചനം അറിയിച്ചു. Regarding Binil Babu, it was a very unfortunate death. We conveyed condolences to the family. Our embassy is in touch with Russian authorities. His mortal remains could come back to India as soon as possible. Regarding the other gentleman who was injured, he is receiving treatment in a hospital in Moscow. Our embassy is in touch with him and also in regard to his welfare and well-being with the Russian authorities, and hopefully he will also be returning India soon after his treatment is completed. റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 96 ഇന്ത്യൻ പൌരന്മാർ വിടുതൽ വാങ്ങി തിരിച്ചെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ഝാർഖണ്ഡിലെ പശ്ചിമ സിംഹഭൂമിയിൽ അഭിലാഷ ജില്ലാ പദ്ധതിയുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ വിലയിരുത്തി. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് IIT ജഗ്നാഥ്പൂർ അദ്ദേഹം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലയും രാജ്യം വികസിക്കുകയാണെന്നും ശ്രീ മുരുകൻ പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്താൻ രാജ്യം അതിവേഗം സഞ്ചരിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജെൻഡർ ടെക് കോൺഫറൻസിന് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ തുടക്കമായി. ചടങ്ങിൽ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൌധരി മുഖ്യാതിഥിയായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ സെഷനുകളിലായി 50ഓളം പ്രഗത്ഭർ സംസാരിക്കും. പ്രഭാഷണ പരമ്പരകൾ, മെഗാ ഹാക്കത്തോൺ, ക്ലാസുകൾ, പ്രദർശനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ മുംബൈ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി ഇയാളെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സെയ്ഫ് അലി ഖാൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തെ വിദേശ നാണ്യശേഖരം $870 കോടി കുറഞ്ഞ് $62,587 കോടി ആയതായി റിസർവ് ബാങ്ക്. കഴിഞ്ഞയാഴ്ച വിദേശ നാണ്യശേഖരം $560 കോടി കുറഞ്ഞ് $63,458 കോടി എത്തിയിരുന്നു. വിദേശ കറൻസികളുടെ ശേഖരത്തിലെ കുറവാണ് വിദേശ നാണ്യശേഖരത്തിലെ കുറവിന് കാരണമെന്നും കേന്ദ്ര ബാങ്കിന്റെ വാരാന്ത്യ കണക്കുകൾ വ്യക്തമാക്കുന്നു. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമം 1994 ഭേദഗതി ചെയ്ത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ രജിസ്ട്രേഷൻ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഭേദഗതി. രജിസ്ട്രേഷൻ ഇന്നു മുതൽ പൂർണ്ണമായി ഓൺലൈനായി നടപ്പാക്കും. കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങി കനേഡിയൻ പാർലമെന്റ് അംഗവും ഇന്ത്യൻ വംശജനുമായ ചന്ദ്ര ആര്യ. നേപ്പിയൻ പാർലമെന്റ് അംഗമായ ആര്യ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും സഭയെ കന്നഡ ഭാഷയിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. കർണാടകയിലെ തുംകൂർ സ്വദേശിയായ ആര്യ ധാൻവാഡിൽ നിന്ന് MBA നേടിയ ശേഷം കാനഡയിലേക്ക് താമസമാക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ ഒരു ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ചൈന. ജിയോക്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്ന് ഒരു ലോങ് മാർച്ച് 2D കാരിയർ റോക്കറ്റ് ഉപയോഗിച്ചാണ് PRSC EO-1 എന്ന ഉപഗ്രഹം ചൈന വിക്ഷേപിച്ചത്. ടിയാൻലു-1, ലന്തൻ-1 എന്നീ മറ്റ് 2 ഉപഗ്രഹങ്ങളെയും ഇതോടൊപ്പം വിക്ഷേപിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാന്റെ ഉപഗ്രഹങ്ങൾ ചൈന വിക്ഷേപിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖല 12% വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിൽ വിവിധ വികസന പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടക്കം കുറിച്ചു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ.
കേരള നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 12 ഇന്ത്യൻ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും 16 പേരെ ഇപ്പോഴും കാണാനില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.